സംഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഗ്രാമം. മുൻകാലങ്ങളിൽ കലാ കായിക സാംസ്കാരിക ക്ലബ്ബുകൾ പരക്കെ സാർവത്രികമായിരുന്ന ഒരു കാലത്തെ അപേക്ഷിച്ച് ഇടക്കാലത്ത് യുവത ഗൾഫിനെ ആശ്രയ കേന്ദ്രമാക്കി അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങിയതോടുകൂടി സാംസ്കാരിക രംഗത്ത് സംഭവിച്ച ഒരു സ്തംഭനം വർഷങ്ങളോളം നീണ്ടുനിന്നു. ശേഷം ഗൾഫിലേക്കുള്ള കൂട്ടയോട്ടം ഒരു പരിധിവരെ ലഘൂകരിക്കപ്പെടുകയും കൂടുതൽ ആളുകളും നാട്ടിൽ തന്നെ ഏതെങ്കിലും തൊഴിൽ സമ്പാദിച്ച് ഇവിടെ തങ്ങുവാൻ താല്പര്യപ്പെടുകയും ചെയ്ത ഒരു പ്രവണത വന്നതോടുകൂടി അതോടൊപ്പം ഗൾഫിലേക്ക് അവരുടെ യൗവനകാലത്ത് പോയ ആളുകൾ അടുത്തോൺ പറ്റി തിരിച്ചു വന്ന് ഇവിടെ ഒരു സാംസ്കാരിക ശൂന്യത ദൃശ്യമായപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണമെന്ന ഒരു സംഭവം അവരുടെ മനസ്സിലേക്ക് വന്നപ്പോൾ അവരുടെ കൂടി ഇടപെടലുകളോടുകൂടി ആ അവസ്ഥക്ക് ചെറിയ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനയാണ്, അതിൻ്റെ ഒരു തെളിവാണ് നമ്മളിവിടെ ദൃശ്യമാകുന്നത്. നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്നും തന്നെയുള്ള ഒരു എഴുത്തുകാരൻ്റെ കന്നി സംരംഭമായ കൊണ്ടതും കേട്ടതും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിനാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. വളരെ സന്തോഷകരമായ ഒരു സായന്തനമാണിത്. നമുക്കിടയിൽ 7 ദശകങ്ങളോളം ജീവിക്കുകയും നമ്മളോടൊപ്പം വളരുകയും ഗൾഫിലേക്കും നമ്മോടൊപ്പം പോവുകയും പിന്നെ തിരിച്ചു വരികയും ചെയ്ത ഫാറൂഖ് മങ്കുളങ്കര എന്ന സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ 7 പതിറ്റാണ്ട് നീണ്ട ജീവിതകാലത്തെ അനുഭവങ്ങളെ, അതിലെ ഓർമ്മകളെ എഴുതി FB-യിലും വാട്സപ്പിലും പ്രസിദ്ധീകരിച്ച കുറിപ്പുകളെ സഞ്ചിതമാക്കിയതാണ് കൊണ്ടതും കേട്ടതും എന്ന കൃതി. സാധാരണ നമ്മൾ കേട്ട് ശീലിച്ചത് കണ്ടതും കേട്ടതും എന്നാണ്. പക്ഷേ ഫാറൂഖ് ഖാനെ സംബന്ധിച്ച് പറയുമ്പോൾ കണ്ടതും എന്നതിന് പ്രസക്തിയില്ല. അദ്ദേഹം വെറും ഒരു കാണിയല്ല, കാഴ്ചക്കാരനല്ല, സമൂഹത്തിലെ ഓരോ വിഷയങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരാളാണ്. അദ്ദേഹം കാണുകയല്ല, കൊള്ളുകയാണ്, അതായത് അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ വാക്കുകളിലൂടെയുള്ള ആവിഷ്കാരമാണ് ഈ കൃതിയുടെ ആകത്തുക. അത് വലിയ തത്വചിന്തകളോ വലിയ വലിയ പ്രഘോഷണങ്ങളോ ഒന്നും ഉൾക്കൊള്ളുന്നതാവില്ല. പക്ഷേ നമ്മളെല്ലാവരും കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ അനുഭവങ്ങളുടെ നേർസാക്ഷ്യമാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഫാറൂഖ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയും സുഹൃത്തിനെ പോലെയും ആണ്. എന്നും 2-3 വയസ്സിൻ്റെ വ്യത്യാസമാണ് ഞങ്ങൾ തമ്മിലുണ്ടാവുക. എന്നും ഒരു ജ്യേഷ്ഠ സഹോദരനോടുള്ള സ്നേഹാദരങ്ങളോടുകൂടി ഇടപഴകുകയും വാത്സല്യത്തോടുകൂടിയുള്ള പെരുമാറ്റം തിരിച്ചു ലഭിക്കുകയും ചെയ്തതാണ് എൻ്റെ അനുഭവം. അദ്ദേഹത്തിൻ്റെ വലിയ ശരീരം പോലെ തന്നെ അതിനകത്തെ സ്നേഹം നിറഞ്ഞ വലിയ മനസ്സ്, അതിൻ്റെ നിദർശനമാണ് ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ നിന്ന് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള ഈ ജനസഞ്ചയം. സാധാരണഗതിയിൽ ഒരു പുസ്തകം ഒരു ഗ്രാമത്തിൽ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ അതിന് പരിമിതമായ കാണികളും സംഘാടനവും മാത്രമായിരിക്കും ഉണ്ടാവുക. അതിലുപരി ഈ പുസ്തകത്തെ ഏറ്റുവാങ്ങുവാനും ആശീർവദിക്കുവാനുമായി ഇത്രയും ആളുകൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു എന്നത് വലിയ സന്തോഷം പകരുന്ന ഒരു അനുഭവമാണ്. അതിന് സർവശക്തനോട് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ വിപുലമായ സുഹൃത്ത് വൃന്ദത്തിൻ്റെ നേർസാക്ഷ്യമാണ് ഈ സദസ്സ് എന്ന് പറയാൻ കഴിയും. ഇവിടെ പുസ്തക പ്രകാശനം എന്ന ഒരു സംഗതി വളരെ അപൂർവമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എൻ്റെ നേരനുഭവത്തിൽ അങ്ങനെ 2 സംഭവങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ പൂമുഖത്തിൻ്റെ സാരഥിയും ട്രസ്റ്റിയും സാംസ്കാരികമായ ഈ പ്രദേശത്തിൻ്റെ മുന്നേറ്റത്തിന് ചാലകശക്തിയായി വർത്തിക്കുകയും ചെയ്യുന്ന ശ്രീ അഷറഫ് പേങ്ങാട്ടിലിൻ്റെ ഒരു പുസ്തകം. മറ്റൊന്ന്, വളരെ കാലമായി സാഹിത്യരംഗത്തുള്ള
തലയെടുപ്പുള്ള മുതിർന്ന എഴുത്തുകാരൻ ശ്രീ ഹനീഫ കൊച്ചനൂരിൻ്റെ ഒരു കൃതി. അത് രണ്ടും കൊച്ചനൂർ ഹൈസ്കൂളിൽ വെച്ചാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. കാരണം അത്തരമൊരു സംരംഭങ്ങൾക്ക് വേദിയാകാൻ ഇവിടെ ഒരു പ്രസ്ഥാനം വേറെ ഉണ്ടായിരുന്നില്ല. ആ ഒരു വിടവാണ് ഈ പ്രസ്ഥാനം ഈ പൂമുഖത്തിലൂടെ ഇവിടെ നികത്തപ്പെട്ടിരിക്കുന്ന. ആ വിടവ് നികത്തപ്പെട്ടിരിക്കുകയാണ്. പൂമുഖത്തിന്റെ പ്രസക്തിയും അതൊക്കെ തന്നെയാണ്. ഇവിടെ നിന്നുള്ള എഴുത്തുകാരുടെ മുൻകാല കൃതികളെ പറ്റി പറയുകയാണെങ്കിൽ കൊച്ചനൂർ അലി മൗലവിയെ വിസ്മരിക്കാനാവില്ല. അദ്ദേഹം പക്ഷേ രചന നിർവഹിച്ചത് അറബി ഭാഷയിലാണ്. അറബി ഭാഷയിൽ പോയ തലമുറയിൽ നിന്നുള്ള മുതിർന്ന പണ്ഡിതന്മാരുടെ എഴുത്തുകളിൽ പ്രഥമസ്ഥാനീയനാണ് അലി മൗലവി. അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് പക്ഷേ ഒരു പ്രസാധനം, ഒരു പ്രകാശനം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. അത് അറബി സാഹിത്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രചാരവും അതിൻ്റെ വായനയും ഒക്കെ നടന്നത് മറ്റിടങ്ങളിലാണ് പ്രത്യേകമായും. അതിന് വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പുത്രൻ പ്രൊഫസർ എം എ പരീദ് മലയാളത്തിൽ അതിനുള്ള വിവർത്തനം ചെയ്തു. ആ പദ്യകൃതി ശ്ലോകത്തിൻ്റെ രൂപത്തിലേക്ക് കാനേഷ് പൂനൂർ എന്ന കവി ഭാഷാന്തരം ചെയ്തു. അതൊക്കെ നടന്നത് പക്ഷെ കോഴിക്കോട് വെച്ചാണ്. കൊച്ചനൂർ ഞാൻ പറഞ്ഞ പോലെ വളരെ കുറച്ച് മാത്രമേ ഇത്തരം സംഗതികൾ നടന്നിട്ടുള്ളൂ. പൂമുഖം 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ ബാലാലിഷ്ടതകൾ പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനകം ഇവിടെ ചോഴി എന്ന വളരെ നിസ്വനായ, നിഷ്കളങ്കനായ, കൃഷിക്കാരനായ, സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ആദരിക്കുവാനുള്ള ഒരു ഇടമായി പൂമുഖം സാർത്ഥകമായി വിനിയോഗിക്കപ്പെട്ടു. അതിനുശേഷം കൊച്ചനൂരിൽ നിന്ന് തന്നെയുള്ള എഴുത്തുകാരനായ ശ്രീ മുസ്തഫ പെരുമ്പറമ്പത്തിന് അദ്ദേഹത്തിനൊരു അവാർഡ് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിനും ഒരു ആദരം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അടുത്ത പരിപാടി ഇതാണ്, ശ്രീ ഫാറൂഖ് മങ്കുളങ്ങരയുടെ പുസ്തക പ്രകാശന ചടങ്ങ്. ഈ ചടങ്ങിലേക്ക് സ്വാഗതമോതുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. 150-ലധികം സിനിമകളിലൂടെ നിരവധി കഥാപാത്രങ്ങളിലേക്ക് പരകായ പ്രവേശം നടത്തിക്കൊണ്ട് പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനമുറപ്പിച്ച നടൻ, ടെലിവിഷൻ സീരിയലുകളിലൂടെ 1000-ൽ പരം എപ്പിസോഡുകളിലേക്ക് കടന്ന വേറിട്ട കാഴ്ചകൾ എന്ന സീരിയലുകളിലൂടെ ടെലിവിഷൻ പ്രേക്ഷകരെയും കയ്യിലാക്കിയ, അതിനുശേഷം സ്വന്തം അഭീഷ്ടപ്രകാരം സിനിമാ രംഗവും ടെലിവിഷൻ രംഗവും ഏതാണ്ടൊക്കെ വിട്ട് സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് സഞ്ചരിച്ച പ്രഗത്ഭനായ സാംസ്കാരിക നായകൻ ശ്രീ VK ശ്രീരാമൻ. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിലെ അധ്യക്ഷൻ. അദ്ദേഹത്തിൻ്റെ കൃതികൾ, വേറിട്ട കാഴ്ചകൾ, 2 ഓളയം, മാട്ട്, ഇതരവാഴ്വുകൾ, ശ്രീരാമന്റെ ലേഖനങ്ങൾ, ആകയാലും പ്രിയരെ സുപ്രഭാതം, മാൾട്ടി, കൂടാതെ കൈരളി പബ്ലിഷേഴ്സിലൂടെ പുതിയ പുസ്തകം പുറത്തിറങ്ങാനായിട്ടുണ്ട്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അതിൻ്റെ പ്രസാധനത്തിൻ്റെ സമയം അടുക്കുകയായി. പുതിയ പുസ്തകവും വായനക്കാരുടെ കൈകളിലെത്തുവാൻ സമയമായി. സോഷ്യൽ മീഡിയയിൽ ആകയാലും പ്രിയരെ എന്ന വാക്യത്തോടു കൂടി അവസാനിക്കുന്ന, ഏതാണ്ട് ദിനേന എന്നോണം അദ്ദേഹം എഴുതുന്ന കുറിപ്പുകൾ കേരളീയരുടെ ഒരു പ്രിയപ്പെട്ട വായനാ വിഭവമാണ്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുന്നു. അദ്ദേഹം സർവോപരി നമ്മുടെ മാൻ ഓഫ് ദി ഡേ ആയ ഫാറൂഖ് മങ്കുളങ്ങരയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൂടിയാണ് എന്ന് എടുത്തു പറയുന്നു. ശ്രീ നബീൽ NMK, വടക്കേക്കാട് പഞ്ചായത്തിൻ്റെ ഊർജ്ജസ്വലനായ പ്രസിഡന്റ്, വികസനത്തിലും ജനസുസ്ഥിതിയിലും സദാ ശ്രദ്ധയർപ്പിച്ച് കൊണ്ടിരിക്കുന്ന നേതാവ്, ഏത് തിരക്കിനിടയിലും ആവശ്യക്കാർക്ക് പ്രാപ്യനായ വിനയശീലനായ ജനനേതാവ്. പൂമുഖം എന്ന ആശയത്തിന്
ഈ ഗ്രാമത്തിൽ ബീജാവാപം ഉണ്ടായപ്പോൾ മുതൽ അതിൽ താല്പര്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ നബീൽ NMK. നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും ചെവി തരികയും അത് നിറവേറ്റാൻ അദ്ദേഹത്തിൻ്റെ കഴിവും സൗകര്യങ്ങളും വേണ്ട പോലെ വിനിയോഗിച്ച് ആ കാര്യങ്ങൾ നിറവേറ്റി തരുന്നതിൽ അദ്ദേഹം ഇക്കാലം അത്രയും പൂമുഖത്തോടും ഈ നാട്ടുകാരോടുമൊപ്പം നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ പൂമുഖത്തിൻ്റെ പിറകുവശത്ത് കൊച്ചനംകുളം എന്ന ഒരു വലിയ കുളം പൈതൃകമായി നമുക്ക് കിട്ടിയത് ഉണ്ട്. ആ കുളം പ്രാകൃതമായ അവസ്ഥയിൽ വളരെ മോശം സ്ഥിതിയിൽ ദുഷിച്ച ജലവുമായി കിടക്കുന്ന സമയത്താണ് ഈ നാട്ടിലെ കുറച്ച് യുവാക്കൾ അത് പരിഷ്കരിക്കാനും അതിനെ പുനരുദ്ധരിക്കാനും ഒരു ശ്രമം ആരംഭിച്ചത്. ആ ശ്രമത്തിനൊടുവിൽ 4-5 വർഷം അതിൽ നീന്തലും കുട്ടികളെ നീന്തൽ പഠിപ്പിക്കലും ഒക്കെ നടന്നുകൊണ്ടിരുന്നെങ്കിലും അതിനെ ഏറ്റവും ഫലപ്രദമായ രീതിയിലേക്ക് പരിവർത്തിപ്പിക്കാനുള്ള നാട്ടുകാരുടെ ആവശ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിനോട് പോസിറ്റീവായിട്ട് സഹകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെയും നിരന്തര ശ്രമഫലമായി പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നുമുള്ള സഹകരണത്തോടു കൂടി 52 ലക്ഷം രൂപയുടെ അടങ്കൽ തുക വകയിരുത്തി അതിൻ്റെ പണികൾ ഏതാണ്ട് മുക്കാലും അവസാനിപ്പിച്ചിട്ടുണ്ട്. അതൊരു സാധാരണ കുളം മാത്രമല്ല, അത് കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനായിട്ട് അതിൻ്റെ ഒരു ഭാഗം ആഴം കുറച്ചും മറുഭാഗം ആഴം കൂടിയും ആണ് അത് ആവിഷ്കരിച്ചിട്ടുള്ളത്. അക്കാര്യങ്ങളിലൊക്കെ നാട്ടുകാരുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർവം പെരുമാറിയ പിന്തുണയുള്ള നേതാവാണ് ശ്രീ NMK നബീൽ അവർകൾ. അദ്ദേഹത്തിന് ഈ സദസ്സിലേക്ക്, ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ പുസ്തകം പ്രകാശനം നിർവഹിക്കുന്നത് ശ്രീമതി ദീപ നിഷാന്താണ്. പുസ്തക വായനക്കാർക്കും നവമാധ്യമ വായനക്കാർക്കും ഏറെ സുപരിചിതമാണ് ആ നാമധേയം. കരളിൽ തട്ടുന്ന അനുഭവ കഥകൾ കൊണ്ട് മലയാള വായനാ ലോകത്തെ കയ്യിലെടുത്ത ദീപ നിഷാന്ത്. അവർ കോളേജ് അധ്യാപികയാണ്. കേരളവർമ്മയിൽ പഠിച്ച് അവിടെ തന്നെ അധ്യാപികയായി നിലവിൽ കിഴൂർ വിവേകാനന്ദയിൽ അധ്യാപനം തുടരുന്ന ദീപ ടീച്ചർ. പല പതിപ്പുകളിറങ്ങിയ കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിർ എന്ന പുസ്തകത്തിൻ്റെ ഒരു പതിപ്പ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ച് പ്രകാശനം ചെയ്യുന്ന സന്ദർഭത്തിലാണ്, അതിനു മുമ്പ് വായിച്ച പരിചയമുണ്ടെങ്കിലും ദീപ ടീച്ചറെ ഞാൻ ആദ്യമായി കണ്ടു പരിചയപ്പെടുന്നത്. അന്ന് അവർ ഓട്ടോഗ്രാഫ് ചെയ്ത് തന്ന പുസ്തകം ഇവിടെ പൂമുഖത്തിൻ്റെ ലൈബ്രറിയിൽ ഭദ്രമാണ്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ അതിൻ്റെ ഒരു പതിപ്പ് കൂടി വാങ്ങി അത് വായനശാലയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദീപ ടീച്ചറെ വീണ്ടും കണ്ടത് എൻ്റെ മറ്റൊരു സുഹൃത്തായ മനോജ് രവീന്ദ്രൻ നിരക്ഷരൻ എഴുതിയ മുസിരിസിലൂടെ എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രകാശന വേളയിൽ സാഹിത്യ അക്കാദമിയിൽ വച്ചാണ്. അതിനുശേഷം മറ്റൊരിക്കൽ കണ്ടത് ഇന്ദുചൂടൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പക്ഷി ചിത്ര പ്രദർശനത്തിൽ കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയത്തിൽ വെച്ചാണ്. ഇപ്പോൾ ഇതാ ഇവിടെ വെച്ച് വീണ്ടും കാണുന്നു. കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിർ, നനഞ്ഞു തീർത്ത മഴകൾ, ഒറ്റമരപ്പെയ്ത്ത് തുടങ്ങിയ വായനക്കാർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഈടിറ്റ കൃതികളുടെ രചയിതാവാണ് ശ്രീമതി ദീപ നിഷാന്ത്. മലയാളം അധ്യാപിക എന്ന നിലയിൽ കൈവശമുള്ള ഗടാഗടിയൻ പദങ്ങൾ അപൂർവമായി മാത്രം ഉപയോഗിക്കുകയും വളരെ സരളമായി വളരെ ആർജവത്തോടു കൂടി ഹൃദയത്തിൽ തട്ടുംപടി മസൃണമായ ശൈലിയിൽ രചന നിർവഹിക്കുക എന്നതാണ് ദീപ നിഷാന്തിൻ്റെ രീതി. അത് വളരെ ഹൃദയാവർജകമാണ്, ജനങ്ങളാൽ സ്വീകരിക്കപ്പെട്ടതാണ്. ദീപ ടീച്ചർക്ക് ഈ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതമരുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസൽ. അദ്ദേഹം പ്രഗത്ഭനായ അഭിഭാഷകനാണ്. മുൻ പാലക്കാട് ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്നിട്ടുണ്ട്. കേരള ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നാട്ടുകാരനും കൂട്ടുകാരനും പൂമുഖത്തിന് സഹകാരിയുമാണ്. എത്രയും സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഒരു പുസ്തക പ്രകാശന ചടങ്ങ് എന്നതിലപ്പുറം ഇതിനെ ഒരു നാടിൻ്റെ ഉത്സവമാക്കാൻ സഹായിച്ച ഇവിടെ എത്തിയ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ
പ്രിയപ്പെട്ട ശ്രീരാമേട്ടനെ സാദരം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.